ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നീയാണ്. അവളുടെ അമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ അമ്മ അവളെ കണ്ടിട്ട് നീ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നെന്ന് ചോദിക്കും. നീ അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് വേണ്ടി ഷെയറൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലിന്നാണെങ്കിൽ അവൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവുക. പിന്നെ എന്തിനാ ഈ കമ്പനിയുടെ ഷെയറൊക്കെ വിൽക്കണമെന്ന് ചോദിക്കും. നീ ഇതൊക്കെ പറയുമ്പോൾ നീയുടെ അമ്മ അവളെ ഒരു സോഫയിൽ പിടിച്ചിരുത്തിയിട്ട് പറയും, നിനക്ക് വേണ്ടിയൊന്നുമല്ല ഞാനിത് വിൽക്കുന്നത്. മുന്നേ നമ്മൾ ലിന്നിൻ്റെ അമ്മേനെ മീറ്റ് ചെയ്ത സമയത്ത് ലിന്നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഹസ്ബൻഡിനെക്കാളും നന്നായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമല്ലോ എന്ന്. ഞാൻ നന്നായി ബിസിനസ് കൈകാര്യം ചെയ്യായിരുന്നു. പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനാണോ ഇനി പ്രശ്നം? ഞാനിങ്ങനെ ബിസിനസ്സിൻ്റെ പിന്നാലെ നടന്ന കാരണം കൊണ്ട് ഞാനൊരു വൈഫ് മെറ്റീരിയൽ അല്ലാത്ത കാരണം കൊണ്ടാണോ ഡിവോഴ്സ് ആയി എന്നൊക്കെയുള്ള തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ നാട്ടുകാരും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നീയുടെ അമ്മ പറയും. ഇപ്പോൾ നമ്മുടെ കമ്പനി ആണെങ്കിലും നിൻ്റെ അച്ഛനും ഞാനും കൂടി ഉണ്ടാക്കിയെങ്കിലും നിൻ്റെ അച്ഛൻ്റെ പേര് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. ഞാൻ ആരാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ പേരിലൊരു കമ്പനി എടുത്ത് തുടങ്ങി ഞാൻ ആരാണെന്ന് എല്ലാവരും മുന്നിൽ പ്രൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നീയുടെ അമ്മ പറയും. പിന്നെ അത് നിനക്കും ലിന്നിനും ഒരു ഉപകാരമാവും ചെയ്യുമെന്ന് നീയുടെ അമ്മ പറയും. അപ്പോൾ നീയുടെ അമ്മയെ ഹഗ് ചെയ്യും. അമ്മ എന്തായാലും നല്ല സ്ട്രോങ് ആ. അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്ന് നീ അവളുടെ അമ്മയുടെ അടുത്ത് പറയും. എനിക്ക് നിന്നെ കാണുമ്പോൾ എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. നീ എൻ്റെ കഴിവുകളൊക്കെ ഇനിയും പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ നീടമ്മ പറയും. അങ്ങനെ അടുത്ത ദിവസമാവും. നീടമ്മ അവർ ഷെയറൊക്കെ നീട അച്ഛൻ്റെ കമ്പനിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാവും. പിന്നെ ലിന്നിൻ്റെ കമ്പനിയുടെ പകുതി ഷെയറും നീടമ്മ മേടിച്ചിട്ടുണ്ടാവും. നീടമ്മയുടെ മുഖത്തും നീട അച്ഛൻ്റെ മുഖത്തും നല്ല വിഷമമുണ്ടാവും. പക്ഷെ ഒരു ഈഗോയുടെ പുറത്തല്ലേ നീട അച്ഛൻ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയാണ്. ലിന്നിന് പിന്നീട് ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ വർക്ക് ചെയ്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും. അവനങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്താണ് നീ അവിടേക്ക് എത്തുക. നീ എന്നിട്ട് ലിന്നിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇതുവരെ വർക്ക് കഴിഞ്ഞില്ലേ, ഇവിടെ ഒരാളുണ്ടെന്ന് ഓർമ്മയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലിന്നാണെങ്കിൽ എൻ്റെ ഗേൾഫ്രണ്ട് എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയും. നീ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അവരെനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം മേടിച്ചിട്ടുണ്ട് എന്ന് പറയും. ലിന്ന അപ്പോൾ അവളടുത്ത് ഇപ്പോൾ എന്നെക്കാട്ടിലും വലുത് ഫ്രണ്ട്സ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെനിക്ക് ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് നീ പറയും. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങാമെന്ന് നീ പറയും. അപ്പോൾ ലിന്ന അവൻ്റെ കോട്ടൊക്കെ എടുത്ത് ഇറങ്ങും. നീ ആണെങ്കിൽ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വരാമെന്ന് പറയും. നീ ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ലിൻ പോകാൻ നിൽക്കുമ്പോൾ അവൻ പോവാതെ അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് തിരിച്ചു പോയിട്ട് നീയെ പിടിച്ച് വേഗം കിസ് ചെയ്യും. കിസ് ചെയ്തിട്ട് അവൻ അവളടുത്ത് ചോദിക്കും, ഇനിയും നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോവുകയാണോ എന്ന്. അപ്പോൾ അവരെനിക്ക് ഫുഡ് മേടിച്ച് വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പോവാതിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഒരു വട്ടം കൂടി കിസ് ചെയ്യട്ടെ എന്നിട്ട് പോയിക്കോന്ന് അവൻ പറയും. അവർ വീണ്ടും കിസ് ചെയ്യും. നീ എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അവരവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും. നീ അവിടെ ചെന്നിട്ടും ലിന്നിനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടാവും, ഒരു കാര്യം കേൾക്കുന്നുണ്ടല്ലോ, ലിന്നിൻ്റെ പേരിൽ ഷെയറൊക്കെ മാറ്റിയെന്ന്, അതൊക്കെ സത്യമാണോ നാവേന്ന്. അപ്പോൾ നീ പറയും, അതൊക്കെ സത്യമാണ്, അതൊക്കെ എനിക്ക് എപ്പോഴും അറിയാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര നാൾ ഞങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ നീ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ടെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ വേറൊരു ലേഡി മേടിച്ചിട്ടില്ലേ, അതെൻ്റെ അമ്മയാണെന്ന് നീ പറയും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ഭുതമാവും. അവൾ ആരാണെന്നുള്ള കാര്യം അവരുടെ അടുത്തൊക്കെ തുറന്നു പറയുമ്പോൾ. പക്ഷെ അവർ പഴയ ഫ്രണ്ട്സിനെ പോലെ അതൊരു ഈഗോ പിടിച്ച കാര്യമൊന്നും ആക്കിയില്ല. ഇവർ പറയാ, നീ സിഇഒയുടെ ചെയ്യും, പിന്നെ നിൻ്റെ അമ്മ പകുതി ഷെയർ ഹോൾഡർ അല്ലേ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് കൂടുതൽ ഫുഡ് മേടിച്ച് തരണം എന്നായിരിക്കും. അതൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവരങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കും. പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത് നീ ലിന്നിൻ്റെ വീട്ടിലായിരിക്കും. അവൻ സോയാബീനൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നീ അപ്പോൾ ലിന്നിൻ്റെ അടുത്ത് ഞാൻ പുറത്ത് വരുമ്പോൾ കുറേ പൂച്ചക്കുട്ടികളെ കണ്ടു, നമുക്കത് കാണാൻ പോയാലോ എന്ന് ചോദിക്കും. എന്നിട്ട് ലിന്നിനെ പിടിയാലെ കൂട്ടിയിട്ട് പൂച്ചക്കുട്ടികളെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അവരുടെ മെയ്ഡാണെങ്കിൽ അവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നീയും ലിന്നും പൂച്ചകളെ കണ്ടൊക്കെ തിരിച്ചു വരും. അപ്പോൾ മെയ്ഡ് പൂച്ചകളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടു. ലിന്നിനെ കണ്ടപ്പോൾ തന്നെ പൂച്ചകളൊക്കെ ഓടിപ്പോയി എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലിൻ അവളുടെ ഫോൺ എടുത്തിട്ട് വരാം, നിനക്കൊരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അവളുടെ ഫ്രണ്ടായിരിക്കും, ഏഞ്ചൽ. അവളുടെ ബർത്ത്ഡേ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നീ വരുമോന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അവൾ എന്തായാലും നാളെ ലിന്നിൻ്റെ കൂടെ അവൻ്റെ പ്രൊഫസറെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ് ബർത്ത്ഡേ നടക്കുന്നത്. അപ്പോൾ അവൾ ഷാങ്ങായിക്ക് വരുന്ന കാര്യം അവളുടെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അത് കാരണം കൊണ്ടായിരിക്കും അവളെ വിളിച്ചിട്ടുണ്ടാവുക. റങ് വരില്ല, നീ എന്തായാലും വരണമെന്ന് ഏഞ്ചൽ അവളുടെ അടുത്ത് പറയും. നീയും വരാൻ സമ്മതിക്കും. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ ലിൻ, അപ്പോൾ നാളെ നീ എൻ്റെ കൂടെ വരുന്നില്ല അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ എങ്ങനെ വരികയെന്ന് നീ പറയുമ്പോൾ എന്നാൽ അത് കുഴപ്പമില്ല, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്ന് ലിൻ പറയും. പിന്നീട് കാണിക്കുന്നത് ഷങ്സുവിൻ്റെ ഓഫീസാണ്. അവിടെ മിയയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിന് വേണ്ടി പാർട്ടി വെക്കണില്ലേ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ അവൾ പാർട്ടി വെക്കുന്നുണ്ടെന്ന് പറയും. ഷങ്സുവിൻ്റെ അടുത്തും നാളെ വരാൻ പറയും. ആ സമയത്ത് തന്നെയാണ് ഷങ്സുവിന് ഏഞ്ചലിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കോൾ വരിക. ഏഞ്ചലിൻ്റെ ബോയ് ഫ്രണ്ട് ഷങ്സുവിൻ്റെ ഫ്രണ്ടാണ്. അവനെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കും. പക്ഷെ അവന് നാളെ ഒരു
വേറെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചെല്ലില്ല. അവൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ നേരെ ഏഞ്ചലിൻ്റെ ബോയ് ഫ്രണ്ട് അത് ഏഞ്ചലിൻ്റെ അടുത്ത് പോയി പറയും. അവൻ വരുന്നില്ലെങ്കിലും അത് നല്ല കാര്യം തന്നെയാണെന്ന് ഏഞ്ചലും അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. നീ കോളേജ് പഠിക്കുമ്പോൾ നീ ആയിട്ടത്ത ക്ലോസ് ഫ്രണ്ടൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പം എന്തിനാ നീ എത്ര കെയർ ചെയ്യണമെന്ന് ഏഞ്ചലിൻ്റെ അടുത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ചോദിക്കും. അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുക. നീയും ഏഞ്ചലും ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിണ്ടാവും. അപ്പോൾ അവിടെ നല്ല കൊതുകടിക്കൊക്കെ ഉണ്ടാവും. നീ അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എന്നെ അവിടെ കൊണ്ടുവന്ന്, കൊതുവിനെ എന്നെ ഫുഡാക്കിയിട്ട് കൊടുക്കാനാണോ എന്ന്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിക്കണതിൻ്റെ ഇടയിലാണ് ഷങ്സുവിൻ്റെ ടോപ്പിക്ക് വരിക. നിനക്ക് എന്തൊരു ധൈര്യം, നിനക്ക് ഇഷ്ടപ്പെട്ട അപ്പം തന്നെ നീ പോയി പറഞ്ഞു, പിന്നെ അവന് അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ നീ ക്യാഷും കൊടുത്തു എന്നൊക്കെ. അവൻ്റെ ഫാമിലിയിൽ കുറച്ച് പൈസ ഇല്ലാത്ത പ്രശ്നമുണ്ട്, അതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ഏഞ്ചൽ പറയും. നീ അപ്പോൾ ഇതൊക്കെ നീ എന്തിനാ ഇപ്പോൾ പറയണമെന്ന് ചോദിക്കുമ്പോൾ ആണ് ഏഞ്ചൽ പറയാ അവൾക്കും ഷങ്സുവിനെ ഇഷ്ടമായിരുന്നു എന്ന്. അവൾക്കും നീയെ പോലെ തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ റങ്ങിനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നും അവൾ പറയുണ്ടാവും. അതൊക്കെ ആലോചിച്ച് പിന്നീട് ഏഞ്ചൽ ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസമാവും ലിന്നിയെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവരുടെ പതിവ് കലാപരിപാടി നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ചെയ്ത് നീയെ അവിടെ ആക്കി ലിന്ന അവിടെ നിന്ന് പോവും. ലിന്നിൻ്റെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും, ഷങ്സ് വരുമെന്നായിരിക്കും. അങ്ങനെ നീയും ഫ്രണ്ട്സും എല്ലാവരും മീറ്റ് ചെയ്ത് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയും ലിൻ അവൻ്റെ പ്രൊഫസറെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അവിടെ പ്രൊഫസറിൻ്റെ ഭർത്താവിനെയാണ് ആദ്യം കാണുക. അയാളായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പ്രൊഫസർ ഒരു മീറ്റിങ്ങിലായിരിക്കും ഉണ്ടാവുക. ആ ലേഡീനെ അവൻ നോക്കി നിൽക്കും. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ലിന്നിൻ്റെ ബയോഡേറ്റയിൽ അവൻ ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഈ പ്രൊഫസറും പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ഫെങ്ങും കൂടിയായിരിക്കും അവനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതിന് ലിന്നിൻ്റെ അടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടാവും. പിന്നീട് പ്രൊഫസർ അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലിന്നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരും. ലിന്നിൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ ചോദിക്കുക. അവനിപ്പോൾ ഗേൾ ഫ്രണ്ടുള്ള കാര്യമൊക്കെ അവൻ പറയും. അപ്പോൾ അവന് പണ്ട് ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തത് എൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അവൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ അവർ പറയും. എന്നിട്ട് അവർ പറയും, ഞങ്ങളൊരു റിസർച്ച് നടത്തേണ്ടത്, നീ എന്തായാലും അതിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ലിന്നും അതിന് ഓക്കെ പറയും. നീ ആണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിലും ലിന്നിന് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ചുറ്റുള്ളവരും എന്താ കുറേ മെസ്സേജ് അയക്കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. ഷങ്സ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ക്രഷുള്ള ആ ലേഡിയുടെ ബർത്ത്ഡേക്ക് പുറത്ത് വന്നിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അവനൊരു കോൾ വരിക. അത് അവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഒരു ഗെറ്റ് ടുഗദർ വെച്ചാൽ പോലും നിനക്ക് വരാൻ പറ്റില്ലേടാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവന് കോൾ ചെയ്യും. അപ്പോൾ അവൻ ഇപ്പോൾ വരാൻ പറ്റില്ലേടാന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും. ഞാനും ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യത്തിനായി പുറത്താണെന്ന് പറയും. അങ്ങനെ പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട.